നമസ്തേ. രത്നശാസ്ത്രിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രയിലേക്ക് സുസ്വാഗതം സർ. നമസ്കാരം. നമസ്തേ. രത്നശാസ്ത്രയുടെ എപ്പിസോഡുകൾ നമ്മൾ ഓരോന്നും രത്നങ്ങൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മീനം രാശി അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ചു വന്നിരുന്നത്. വ്യാഴത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയ ഒരു ചാർട്ട്, ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കലാകാരി, ക്ഷേത്രകലകളും പാട്ടും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരാളുടെ ചാർട്ടാണ് നമ്മൾ പറഞ്ഞത്. വ്യാഴത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയിട്ടുള്ള ഒരു ചാർട്ട്. വ്യാഴം അങ്ങനെ സപ്പോർട്ടീവായിട്ട് നിന്നൊരു പ്ലാനറ്ററി പൊസിഷനായിരുന്നു ആ കുട്ടിക്ക്. രണ്ടിൽ വ്യാഴം നമുക്ക് സപ്പോർട്ടീവായിട്ട് ചിലപ്പോൾ ലഗ്നത്തിലായിരിക്കാം, ചിലപ്പോൾ കരിയറിലായിരിക്കാം, 10th ഹൗസിലായിരിക്കാം, 9th ഹൗസിൽ, ഇതെല്ലാം നല്ല പൊസിഷനാണ്. 2nd ഹൗസിൽ വൃശ്ചിക ലഗ്നത്തിൻ്റെ 2nd ഹൗസ് വ്യാഴം എന്ന് പറയുമ്പോൾ സ്വക്ഷേത്രത്തിൽ നിൽക്കുക. വ്യാഴത്തിൻ്റെ ഓൺ ക്ഷേത്രത്തിൽ നിൽക്കും. 2ാം ഭാവം റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ സംസാരമാണ് നമുക്ക് പ്രധാനമായിട്ടും 2nd ഹൗസിൽ. 2nd ഹൗസ് വിദ്യാഭ്യാസം, മണി എല്ലാം ഉണ്ടെങ്കിലും സംസാരം, സ്പീച്ച്, ഡെലിവറി, നമുക്കൊരാളുടെ സംസാരം നല്ലതാണോ ഇല്ലയോ എന്ന് നോക്കാൻ നമുക്ക് 2nd ഹൗസ് നോക്കി അറിയാൻ പറ്റും. 2nd ഹൗസിൽ ചൊവ്വായും ശനിയും, ആദിത്യനും ശനിയും, അല്ലെങ്കിൽ റോങ് പ്ലാനറ്റ്സ് രാഹു ഒക്കെ നിൽക്കുന്നെങ്കിൽ ഔട്ട് സ്പോക്കൺ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് വേണം നല്ലൊരു ഒരു നല്ല പൊസിഷൻ. അതുകൊണ്ട് അത് പാട്ട് പാടുന്നു എന്നുള്ളതല്ല, അത് പാടകം പോലെ അന്യം നിന്ന് പോയ കല എന്ന് വിശേഷിപ്പിക്കാവുന്ന. എന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെയും പാടകത്തിനൊക്കെ കുറേ ഇമ്പോർട്ടൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പല ക്ഷേത്രകലകളും പൊക്കിക്കൊണ്ട് വരുവാൻ ഒരുപാട് ആൾക്കാർ, മക്കളായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്, നിന്ന് പോകാതിരിക്കാനായിട്ട്. എന്തായാലും ഒരു കുട്ടിയുടെ ഇൻട്രസ്റ്റോടെ നോക്കണമല്ലോ. നമ്മുടെ കുട്ടികളെ നമ്മൾ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് അതല്ല ഇൻട്രസ്റ്റ് എങ്കിൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഈ കുട്ടിക്ക് ഇത് ചെയ്യാൻ ഉള്ള മനസ്സ് തോന്നിച്ചതും, ഇത് പാടകത്തിൽ പെർഫോം ചെയ്യാൻ, സോപാന സംഗീതത്തിൽ പെർഫോം ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആണ് അത് വന്നിരിക്കുന്നത്. ഒരു മറ്റു തരത്തിലുള്ളൊരു ഇതിലേക്കല്ല പോയത്. അപ്പോൾ അത് വ്യാഴത്തിൻ്റെ 2nd ഹൗസിലുള്ള ആ ഗുണം കൊണ്ട് മാത്രം, അത് ലഗ്നത്തിലെ ശുക്രൻ നിന്നുകൊണ്ട് കലാകാരിയും കൂടിയായി. പഠിപ്പിക്കാൻ കഴിവുള്ള കുട്ടിയാണ്. അത് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പഠനത്തിനാവശ്യമായിട്ടുള്ള ഗുരുക്കന്മാരെയും അതുപോലുള്ള കോളേജുകളിലും പോയി ഒരു PhD എടുത്ത് ഇത് വന്നാൽ ഇത് കുട്ടി ഒരു ഫാക്കൽറ്റി ആയിട്ട് മാറും എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിൽ പുതിയതായിട്ട് കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് അതൊന്നുകൂടെ പറഞ്ഞത്. വ്യാഴം അതുപോലത്തെ ലക്ഷം ദോഷം ഗുരുഹന്തി എന്ന് പറഞ്ഞാൽ വ്യാഴം ഉണ്ടെങ്കിൽ പല ദോഷങ്ങളും മാറെങ്കിൽ വ്യാഴം തന്നെ നമുക്ക് റോങ് സൈഡിൽ നിൽക്കുന്ന ഒരു ചാർട്ടോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നമുക്ക് മനസ്സിലായി. അത് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നടത്തിയത്. ഇതും അതുപോലെ തന്നെ വൃശ്ചിക ലഗ്നമാണ്. വൃശ്ചിക ലഗ്നം നിൽക്കുന്നത് 73-ലെയാണ്. ഓക്കെ. മറ്റേത് 2008-ലെയായിരുന്നു. 73-ലെ ചാർട്ടിൽ വന്നാൽ ഈ ആൾ കാർത്തിക നക്ഷത്രക്കാരനാണ്. ഇദ്ദേഹത്തിൻ്റെ പ്ലാനറ്ററി പൊസിഷൻസ് നമ്മൾ അനലൈസ് ചെയ്താൽ വൃശ്ചിക ലഗ്നം 3-ൽ വ്യാഴം നീചം. കാരണം വ്യാഴം മകരത്തിൽ നീചാവസ്ഥയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൈൻ ഓഫ് കാപ്രിക്കോണിൽ വ്യാഴത്തിന് വലിയ ബലമില്ല. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ ഡെബിലിറ്റേഷൻ സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് പൂർണ്ണ നീചത്തിൽ തന്നെ നിൽക്കുന്നത്. 4-ൽ ചൊവ്വ, 5-ൽ ചൊവ്വ നിൽക്കുന്നു. 6 പറയുന്ന രോഗസ്ഥാനത്ത്, കടം സ്ഥാനത്ത്, ബാധ്യത, എനിമീസൊക്കെ ഉള്ള ആ സ്ഥാനം വഹിക്കുന്ന 6th ഹൗസിൽ മൂൺ പോയി നിൽക്കുന്നു. ഭാഗ്യം തരേണ്ട ആളാണ് മൂൺ അവിടെ. ഇത് കാരണം വൃശ്ചികലഗ്നത്തിൻ്റെ 9th ഹൗസ് കർക്കിടകം ആണ്. കർക്കിടകത്തിൻ്റെ അധിപൻ ചന്ദ്രൻ പോയി 6th ഹൗസിൽ പോയി. അപ്പം ചന്ദ്രൻ്റെ എല്ലാ ഗുണവും പോയി. ചന്ദ്രൻ നമുക്ക് ലൈറ്റ് തരുന്ന പ്ലാനറ്റാണ്. സന്ധ്യയ്ക്ക് ഒരു വട്ടം രാത്രി വെളിച്ചം നൽകുന്ന ആൾ ചന്ദ്രനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രകൃതിയുടെ ആ ഒരു പ്രതിഭാസം, പകൽ സൂര്യപ്രകാശവും രാത്രിയില്ല. ഇപ്പം നമുക്ക് ലൈറ്റ് ഇടുന്നു, ലൈറ്റ് കൊണ്ട് എല്ലാം ടെക്നോളജി ഉണ്ടെങ്കിലും പണ്ട് അങ്ങനെ ഇന്നും ഇല്ലായിരുന്ന കാലത്തോട് നമുക്ക് നിലാ വെളിച്ചത്തിൽ ആൾക്കാർ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ വെളിച്ചമാണ് ചന്ദ്രൻ. അതിവിടെ ഡിമ്മായി. 6th ഹൗസ് രോഗസ്ഥാനമാണ്. ചന്ദ്രൻ ലങ്സ്, ബ്രീത്തിങ് ഒക്കെ ആയിട്ട് കണക്റ്റഡാണ്. മനസ്സാണ് ചന്ദ്രൻ. അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഈ ചന്ദ്രൻ്റെ ഈ പൊസിഷൻ പുള്ളിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫലമല്ല നൽകുന്നത്, മൈനസാണ്. അപ്പോൾ അതിന് എന്താണ് അതിൻ്റെ റെമഡി എന്ന് നമുക്ക് ആലോചിക്കാം. 7th ഹൗസിലൊന്നുമില്ല. 8th ഹൗസിൽ സൂര്യൻ, ശനി, കേതു.
3 പ്ലാനറ്റിൻ്റെ ഒരു കൂട്ടായ്മ അവിടെ. ഒന്നും സുഖമില്ലാത്തില്ല. 8th ഹൗസ് 6th ഹൗസ് രോഗമാണ്. 8th ഹൗസ് അപകടങ്ങളും എല്ലാം വിളിച്ചു വരുത്തുന്ന ഒരു ഹൗസും കൂടെയാണ്. അവിടെയാണ് ഈ സൂര്യശനി ബന്ധം വന്നിരിക്കുന്നത്. അപ്പോൾ വെട്ടം തരുന്ന 2 ഗ്രഹങ്ങളും ഇവിടെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവ് അല്ല. സൂര്യനും ചന്ദ്രനും പോയെന്ന് മാത്രമല്ല, ഒരു അപകീർത്തി പോലെയാണ് നിൽക്കുന്നത്. സൂര്യശനി ബന്ധം വന്നാൽ എപ്പോഴും അതിനൊരു നമ്മുടെ ഒരു സൽപ്പേരിന് നമ്മൾ തെറ്റ് ചെയ്യണമെന്നില്ല, എന്നാൽ പോലും ആൾക്കാർ നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ട്. ഈ ചാർട്ടിലപ്പം നോക്കിയാൽ വ്യാഴത്തിൻ്റെ നിജസ്ഥിതി, 6th ഹൗസിലെ മൂണിൻ്റെ നിലനിൽപ്പ്, 8th ഹൗസിലെ സൂര്യശനി കേതു കൺജക്ഷൻ, ഇതെല്ലാം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവായിട്ടുള്ളൊരു പൊസിഷൻസാണ്. ഇപ്പോൾ വ്യാഴദശയാണ് പുള്ളിക്ക്. 2016 കഴിഞ്ഞ് വ്യാഴദശയും കൂടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ വ്യാഴദശ നന്നാകണമല്ലോ, എല്ലാവരും പൊതുവെ പറയുന്ന കേട്ടാൽ വ്യാഴദശ നന്നാകണമല്ലോ. വ്യാഴദശ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു ദശാകാലമായിട്ട് അല്ല നിൽക്കുന്നത്. അപ്പം നമുക്ക് ദശാകാലങ്ങളൊന്നുമല്ല നമ്മൾ ഇതിനകത്ത് അടിസ്ഥാനം. ഇപ്പോൾ രക്തം നമ്മൾ ധരിക്കണമെങ്കിൽ ഇപ്പോൾ വ്യാഴത്തിൻ്റെ കല്ല് പുള്ളിക്ക് ഒട്ടും മാച്ചിങ് അല്ല ഈ ഒരു പർട്ടിക്കുലർ ചാർട്ടിൽ. വൃശ്ചിക ലഗ്നം എന്ന് പറഞ്ഞിട്ട് വ്യാഴത്തിൻ്റെ കല്ല്, വൃശ്ചിക ലഗ്നത്തിൻ്റെ 2 5 പാവാദിവനാന്നും പറഞ്ഞ് വ്യാഴത്തിൻ്റെ കല്ല് കൊടുക്കരുത് ഒരു കാരണവശാലും. വൃശ്ചിക ലഗ്നക്കാർക്കെല്ലാം ഒരുപോലെ വ്യാഴത്തിൻ്റെ കല്ല് അനുയോജ്യമല്ലാത്ത പ്ലാനറ്ററി പോർഷൻ നന്നായി പഠിച്ചതിന് ശേഷം അത് കൊടുക്കാവുള്ളൂ. കാരണം പലരും വൃശ്ചിക ലഗ്നമായതുകൊണ്ട് വ്യാഴത്തിൻ്റെ കല്ല് ഇട്ട അപകടത്തിലായവരുണ്ട്. അപ്പോൾ ദശാകാലത്തിനനുസരിച്ചുള്ള രക്തനിർണയമല്ല. വ്യാഴത്തിൻ്റെ ജനറൽ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വലിയ ഡിവൈൻ പ്ലാനറ്റാണ്, ഗുരുസ്ഥാനമാണ്, ദൈവീകരം നിറഞ്ഞ ഒരു ഗ്രഹമാണെങ്കിലും അത് നല്ല സ്ഥാനത്തല്ല നമ്മുടെ ചാർട്ടിൽ നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ റോങ് എഫക്റ്റ് ആകുമെന്നാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ ആ വ്യാഴത്തിൻ്റെ ആ ഒരു പ്രത്യേകതകളാണ് പറഞ്ഞത്. ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോയിട്ടുള്ളൊരു എഫക്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു ചാർട്ടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ചാർട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, കല്ല് സജസ്റ്റ് ചെയ്യുന്നവർ, അസ്ട്രോളജിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, കല്ലിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് വളരെ ഒരു എക്സാമ്പിൾ ചാർട്ടാണ് ഇത്. അതുകൊണ്ട് ഞാനിത് ചില നോട്ടബിൾ ചാർട്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചാർട്ടാണ്. ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് സെക്കൻഡ് പോയിന്റ് വ്യാഴദശയാണ്, വ്യാഴത്തിൻ്റെ കല്ല് മാച്ചിങ് അല്ലാത്ത സ്റ്റോണ്. ഇനി കാർത്തിക ആണ് ഉള്ള നക്ഷത്രം. ഈ കാർത്തിക നക്ഷത്രക്കാർ ഏത് ജ്വല്ലറി ചെന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ ആരുടെ അടുക്കലും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർ പറയും റൂബി ധരിക്കാൻ പറയും. ജന്മനക്ഷത്രക്കല്ല്, ജന്മനക്ഷത്രക്കല്ല് റൂബി എന്ന് പറയും. ഏറ്റവും ഒട്ടും സൂട്ടബിൾ അല്ലാത്ത മറ്റൊരു രക്തം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം, പുള്ളി കാർത്തികയാണെങ്കിലും റൂബിയാണ്. സൂര്യൻ 8ലാണ് നിൽക്കുന്നത്. കർമ്മം, അതായത് പുള്ളിയുടെ കരിയർ ഏരിയ എന്ന് പറയുന്നത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചലഞ്ച്. കാരണം 10ാം ഭാവാധിപൻ സൂര്യനാണ്, സൂര്യശനി കേതുവായിട്ട് നിൽക്കുന്നത്. ജോലിയിലൊക്കെ ഒരുപാട് ചലഞ്ചസും പേരുദോഷവും പുള്ളി വളരെ ശ്രദ്ധിച്ച് സാമ്പത്തികം കൈകാര്യം ചെയ്തില്ലെങ്കിൽ പുള്ളിക്ക് പേരുദോഷം എന്ന് മാത്രമല്ല നിയമ നടപടികൾ പോലും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം 2 എന്ന് പറയുന്നത് നമ്മുടെ ധനസ്ഥാനം കൂടെയെന്ന് ഞാൻ പറഞ്ഞു. ആ 2ാം ഭാവാധിപൻ നീചത്തിൽ പോവുകയും 10ാം ഭാവാധിപൻ സൂര്യശനി ബന്ധത്തിൽ നിൽക്കുകയും ചെയ്താൽ അപകീർത്തി, പൈസ ക്രമക്കേടുകളിലൊക്കെ ചെന്നപ്പെടാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. പൊതുവേ മാതൃപിതൃ ഗുണങ്ങളൊന്നും ഇല്ലാത്തയാൾ, കാരണം സൂര്യനും പോയി ചന്ദ്രനും പോയി. ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഹെൽത്താണ്. ഹെൽത്ത് കണക്റ്റഡ് ആയിട്ടുള്ള ആണ്. ഗ്രഹങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ 6ലും ഗ്രഹം നിൽക്കുന്നു, 8ലും ഗ്രഹങ്ങൾ കൂടുതൽ നിൽക്കുന്ന ഏത് ചാർട്ടുകാരും അവരുടെ ഹെൽത്താണ് ശ്രദ്ധിക്കേണ്ടത്. 8th ഹൗസിൽ നിൽക്കുന്നവർ ഇതുപോലത്തെ വൃശ്ചിക ലഗ്നമൊക്കെയാണ്, കരിയർ എല്ലാവരും വളരെയധികം കെയർഫുള്ളായിരിക്കണം. ഒരു വിവാദങ്ങളിലും പെടാതെ വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ ഈ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന് മറ്റ് രക്തങ്ങളിലേക്ക് കടക്കുവാണെങ്കിൽ എന്നാൽ പിന്നെ ഒരു നവരത്നം മേടിച്ചിട്ട് ഇതിൻ്റെ എല്ലാം പരിഹരിച്ചാന്ന് വെച്ചാൽ ഏറ്റവും റോങ് സ്റ്റോൺ നവരത്നമാണ്.
നവരത്നങ്ങളും ആൾക്കൊട്ടും മാച്ചിങ് അല്ല. അല്ല ഓൾമോസ്റ്റ് അഞ്ചോളം ഗ്രഹങ്ങൾ, അതായത് 4 ഗ്രഹങ്ങളും ഒരു ഛായാഗ്രഹവും റോങ് സൈഡിലാണ് പോയി നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഒരു കാരണവശാലും അതും അദ്ദേഹത്തിന് ഉപയോഗിക്കാനായിട്ട് അനുയോജ്യമല്ല. പിന്നെ എന്താണ് ഇദ്ദേഹത്തിന് അനുയോജ്യമെന്ന് വെച്ചാൽ എല്ലാവർക്കും 1 or 2 ഗ്രഹങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇദ്ദേഹത്തിന് ഒരു ഗ്രഹം സപ്പോർട്ടീവാണ്. ആ ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വ, ലഗ്നാധിപനുമാണ്. ഈ മേടക്കൂറുകാരനാണ് ഇദ്ദേഹം. കാർത്തികയുടെ ആദ്യ പാദമായതുകൊണ്ട് മേടക്കൂറിലാണ് വന്നിരിക്കുന്നത്. അപ്പം മേടക്കൂറിൻ്റെ അധിപനും ലഗ്നാധിപൻ്റെ അധിപനുമായിരിക്കുന്ന ചൊവ്വ 5th ഹൗസിൽ നിൽക്കുന്നത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് സൈനാണ്. 5th മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയണോ? വൃശ്ചിക ലഗ്നം, ലഗ്നത്തിൻ്റെ അധിപൻ ചൊവ്വ 5th ഹൗസിൽ നിൽക്കുന്നു. മേടക്കൂറിൻ്റെ അധിപൻ ചൊവ്വ 12th ഹൗസിലാണെങ്കിലും ചൊവ്വ തന്നെയാണ് എൻ്റെ ആധിപത്യം. അപ്പോൾ ഇവിടെ ഈ 12 ഹൗസിൽ നിൽക്കുന്ന ചൊവ്വയാണ് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നത്. 12 ഹൗസിൻ്റെ ആധിപത്യമല്ല, 12 ഹൗസിൽ ഏക നല്ല പൊസിഷൻ തന്നെ 5th ഹൗസാണ്. 5th ഹൗസിലെ ലഗ്നാധിപനും ആ കൂറിൻ്റെ അധിപനും നിൽക്കുക എന്ന് പറഞ്ഞാൽ അതാണ് പുള്ളിയുടെ പ്ലസ് പോയിൻ്റ്. അത് ചൊവ്വയാണ്. ചൊവ്വയുടെ രത്നം പുള്ളിക്ക് മാച്ചിങ് ആണ്. അത് 6, 8, 9 ക്യാരറ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പുള്ളിയെ സംബന്ധിച്ചിടത്തോളം. കാരണം കോറൽസ് അധികം നമ്മൾ സജസ്റ്റ് ചെയ്യാത്തതാണ്. കോറൽസ് ഒരു അപകടകാരിയും കൂടിയാണ് ആയതുകൊണ്ട്, പവിഴത്തിൻ്റെ അപകടകാരി ഇതുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും വളരെ ശ്രദ്ധിച്ച് ഞാൻ ഈ സ്റ്റോൺ നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പം ഇതിൻ്റെ ക്യാരറ്റേജ് എങ്ങനെയാണെന്നുള്ളത്, എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും ഞാനിപ്പോൾ വിശദീകരിച്ചു തരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. ഈ ഒരു പർട്ടിക്കുലർ ചാർട്ടിൽ ആൾക്ക് ഏകദേശം 4-5 പ്ലാനറ്റുകൾ ഇയാൾക്ക് റോങ് സൈഡാണ്. അതിൻ്റെ ഒന്നും കല്ലുകൾ ഉപയോഗിക്കാൻ പാടില്ല. നവരത്നത്തിനകത്ത് ഈ കല്ലുകളെല്ലാം വരുന്നുണ്ട്. നവരത്നവും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഏത് കല്ലെന്ന് ചോദിക്കുമ്പോൾ കോറൽ, ഞാൻ പറഞ്ഞില്ല, പവിഴം നല്ല പ്ലാനറ്റ് അല്ലേ? ഈ ചൊവ്വയാണ് അയാളെ ആകെപ്പാടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ചൊവ്വയുടെ രത്നമായിട്ടുള്ള റെഡ് കോറൽസ് ആണ് ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഇറ്റാലിയനെ ബ്ലീച്ച് ചെയ്യാത്ത, ഞാൻ എടുത്ത് പറയുന്നത് ബ്ലീച്ച് ചെയ്യാത്ത നല്ല ഇറ്റാലിയൻ കോറൽസ് നമുക്ക് ഒരു 6 to 9 ക്യാരറ്റ്സ് വരെ ഉപയോഗിക്കാം. സാധാരണ നമ്മൾ അത്രയും കൊടുക്കാറില്ലെന്ന് മുമ്പേ പറഞ്ഞു. കോറൽസ് വളരെ ശ്രദ്ധിച്ചിട്ടാണ് കൊടുക്കുന്നത്. കാരണം കോറൽസ് പെട്ടെന്ന് ആൾക്കാരിൽ ഒരു ഓവർ കോൺഫിഡൻസ് കൊടുക്കും, പിന്നെ എടുത്തിയാടും. ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് നമ്മൾ കോറൽസിന് എപ്പോഴും ചിലപ്പോൾ 3 to 4, 4 to 5 അല്ലെങ്കിൽ 6 കൊടുക്കുന്നത്. ഇദ്ദേഹത്തിന് കൂടുതൽ ക്യാരറ്റ് കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് കോൺഫിഡൻസേ ഇല്ല. കാരണം ചന്ദ്രൻ പോയി, സൂര്യശനി എട്ടിപ്പോയി, സൂര്യശനി ബന്ധം വന്നു, വ്യാഴത്തിന് നിര്യാവസ്ഥ, ഹെൽത്ത്, ഇതെല്ലാം പോയിരിക്കുന്നത് കൊണ്ട് പുള്ളിയൊക്കെ ചൊവ്വ എന്ന് പറയുന്നത്, ചൊവ്വ ഗ്രഹം തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും ഒരു ലൈറ്റ്നിങ് പ്ലാനറ്റാണത്. ബ്രൈറ്റ്നസ് കയറുന്ന സൂര്യനെ പോലെ തന്നെ ബ്രൈറ്റ്നസ് തരുന്നതും റെഡ് എനർജി തരുന്ന പ്ലാനറ്റാണ്. സൂര്യൻ റെഡ് എനർജി ആയിരുന്നു, ചൊവ്വ റെഡ് എനർജി ആയിരുന്നു. സൂര്യൻ റോങ് സൈഡിൽ പോകുന്നു, അതിൻ്റെ സ്റ്റോൺ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അത് പഴയ ബർത്ത് ബ്ലോക്ക്. പക്ഷേ ചൊവ്വ ഇവിടെ സപ്പോർട്ട് ചെയ്യുക. ചൊവ്വയുടെ കല്ല് മാക്സിമം കൊടുത്താൽ പുള്ളിക്ക് ഈ ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾ, കാരണം 6ൽ ചന്ദ്രൻ നിൽക്കുന്നത്. പിന്നെ ഒട്ടും ഇതില്ല, കാരണം സൂര്യന് ശനി ബന്ധം വന്നപ്പോൾ പുള്ളിക്ക് ആ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ചെയ്യും. ഈ എക്സ്പോഷറൊക്കെ ചൊവ്വ ആരാണ്? നവഗ്രഹങ്ങളിൽ സേനാധിപതിയാണ്, സേനാനായകനാണ്, ഈ യുദ്ധം നയിക്കുന്നയാളാണ്, പടത്തലവനാണ്, രാജാവല്ല, പടത്തലവനാണ്. ആ സ്ട്രെങ്ത് മുഴുവൻ പുള്ളിക്ക് കൊടുക്കും. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കാരണം ഇങ്ങനെ ഒരു ഇത്രയും സംഗതി വന്നപ്പോഴും പുള്ളിക്കൊരു പ്ലസ് പോയിൻ്റ് കൊടുത്തു അവിടെ ചൊവ്വ. അത് കണ്ടെടുക്കാനുള്ള യോഗവും ഇദ്ദേഹത്തിനുണ്ടായി. അത് പുള്ളിയുടെ പൂർവ്വജന്മം കൊണ്ടായിരിക്കും. കാരണം 5th ഹൗസിലാണ് പോയി ചൊവ്വ നിൽക്കുന്നത്. 5th ഹൗസ് നമ്മുടെ പൂർവ്വ പുണ്യക്ഷേത്രമാണ്. അവിടെ നല്ല ഗ്രഹങ്ങൾ നിന്നാൽ ഒരു നല്ല ചിന്തയും നല്ല വഴിയൊക്കെ ഉണ്ടാവും.
പൂർവ്വ പുണ്യം കൊണ്ട് വരുന്നത്. അപ്പോൾ അത് അല്ലെങ്കിൽ പുള്ളിക്ക് ആ കോറൽസ് കിട്ടുന്നത് വളരെ ചേഞ്ചസ് പുള്ളിയിൽ ഉണ്ടായിരുന്നുള്ളതാണ് പുള്ളി പറയുന്നത്. വളരെ ചേഞ്ചസ് ഉണ്ടായി, കോൺഫിഡൻസ് വന്നു. മറ്റേത് പുള്ളി ഒരു ഇൻട്രോവേർട്ട് പോലെ പോയിക്കൊണ്ടിരുന്ന സൂര്യശനി ബന്ധം വന്ന ഇൻട്രോവേർട്ടായിപ്പോയി. കുട്ടികളൊക്കെ ചിലർ നേരെ ബാക്കടിച്ച് നിൽക്കുന്നതിൻ്റെ കാര്യം അവർക്ക് ഇപ്പോൾ കലയുണ്ട്, പെർഫോമൻസ് ഉണ്ടെന്നില്ല, അവർക്ക് ആരും സ്റ്റേജിലോട്ട് വരത്തില്ല, അവർ പേടിച്ചിട്ട് ഇൻട്രോവേർട്ട് ആയി പോകുന്നതും ഈ സൂര്യശനി ബന്ധത്തിനുള്ള ഒരു മൈനസ് പോയിൻ്റാണ്. അപ്പോൾ സൂര്യൻ നല്ലതായിട്ട് നിന്നാൽ അവർ കത്തി കയറും, അവർ വെറുതെ ഇരുന്നാൽ ആൾക്കാർ അവരെ പൊക്കി എടുത്തുകൊണ്ട് പോകും. മനസ്സിലായില്ലേ? ഇവിടെ 8th ഹൗസിൽ സൂര്യശനി ബന്ധം വന്നു, കൺജക്ഷൻ വന്നു. അപ്പോൾ നമുക്ക് ഉൾവലി, അത് ശരിയാണ്, ഞാനത് പറഞ്ഞാൽ കറക്റ്റ് ആവുമോ അല്ലെങ്കിൽ അതങ്ങനെ ചെയ്താൽ എന്തെങ്കിലും വേറെ പ്രോബ്ലം വരുമോ എന്ന് ചിന്തിക്കും. അത് കരിയർ ഏറിയാലേ 10ലാണ് നിൽക്കുന്നത്, ഈ സൂര്യൻ 10ൻ്റെ ആളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഒക്കെ നമുക്കിതെല്ലാം അതിൻ്റെ കൂടെ ഇദ്ദേഹം ബ്രീത്തിങ് എക്സസൈസ്, നല്ല നടപ്പ്, രാവിലത്തെ 1 മണിക്കൂറോളം പുള്ളി പുറത്തിറങ്ങിയൊക്കെ പ്രകൃതിയായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കണം. സൂര്യചന്ദ്രനാണ് ഇവിടെ പോയിരിക്കുന്നത്. അപ്പം അവരെ കാണുക, പൗർണമിക്ക് സൂര്യനെ കാണുക, ഡെയിലി പൗർണമിക്ക് ചന്ദ്രനെ കാണുക, സൂര്യനെ ഡെയിലി കാണുകയും നടക്കുകയും ഉപാസിക്കുക, നന്നായിട്ട് പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആളൊക്കെ മാറും, ഒരു ചേഞ്ചസ് ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ ഇതിനകത്ത് പുള്ളിയുടെ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിയുമ്പം, അതായത് വ്യാഴദശ കഴിയുമ്പോൾ തന്നെ പുള്ളി കുറച്ചൊക്കെ വ്യത്യാസപ്പെടും. എന്നാലും ഒട്ടുമുക്കാൽ സമയവും ഗ്രഹങ്ങളും ഇങ്ങനെ നിൽക്കുകയും അതിൻ്റെ ഈ റോങ് സൈഡിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കാലഘട്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചിങ് ലൈഫ് തന്നെയാണ് ആൾക്കല്ലേ. ചലഞ്ചിങ് ലൈഫാണ്. അതായത് 2018 മുതലാണ് പുള്ളിക്ക് തുടങ്ങിയിരിക്കുന്നത് കൂടുതലായിട്ടും. കാരണം ആ ചെറുപ്രായത്തിൽ ആ ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ചൊവ്വയുടെ കാലഘട്ടം മാത്രമല്ല, ഒരു 17 വയസ്സോടുള്ള കാലഘട്ടമാണ് പുള്ളി നന്നായത്. ചൊവ്വ കഴിഞ്ഞ് രാഹുവിൻ്റെ വീട് വന്നപ്പോഴും പോയി, പക്ഷെ പിന്നെ വ്യാഴം വന്നപ്പം തീർത്തും പുള്ളി നല്ല കോറൽസ് ഉപയോഗിക്കാം, കോറലിലെ ബീഡ്സുകൾ ഉപയോഗിക്കാം, റെഡ് കർണേലിയൻ്റെ ബാൻസുകൾ ഉപയോഗിക്കാം. ഇതെല്ലാം പുള്ളിക്ക് റെഡ് എനർജി തരുമ്പോൾ ഓട്ടോമാറ്റിക് അവിടെയാണ് രക്തത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. പുള്ളിക്ക് പവള ഭസ്മമൊക്കെ ഭയങ്കര നല്ലതാണ് പുള്ളിക്ക്. ഈ ഭസ്മരൂപേണ ഈ റോങ് സൈഡിലുള്ള ഗ്രഹങ്ങളിലെയും കൂടെ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പുഷ്പരാജ ഭസ്മമുണ്ട്, അതായത് പുഷ്യരാഗം, പുഷ്കരാജ് എന്ന് ഹിന്ദിയിൽ പറയുന്നു, പുഷ്പരാജ് എന്ന് തമിഴിൽ പറയുന്നു. പുഷ്യരാഗത്തിൻ്റെ ഭസ്മം അവൈലബിളാണ്, അത് വളരെ യൂസ് ചെയ്യാം. 4-5 കമ്പനികൾ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ചാർട്ട് നമ്മൾ വളരെ വിശകലനം ചെയ്തപ്പോൾ ഒന്ന് ദശാകാലങ്ങൾ നോക്കി രത്നധാരണം പാടില്ല എന്നുള്ളൊരു ഉദാഹരണമാണ് ഈ ഒരു ചാർട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു നക്ഷത്രം, നമ്മൾ കാർത്തിക നക്ഷത്രമാണ് ആൾ, അത് നോക്കി അതിൻ്റെ രത്നം എന്ന് പറഞ്ഞ് റൂബി ആൾ വാങ്ങി ഉപയോഗിക്കരുത്. നമ്മളെല്ലാ എപ്പിസോഡുകളിലും അതാണ് പറഞ്ഞത്, ഇത് പഠിക്കാൻ പറ്റിയ ഒരു ചാർട്ടാണ്, ഉത്തമ ഉദാഹരണം. ഒരിക്കലും നിങ്ങൾ ദശാകാലം ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരോടും ഒരു കൺസൾട്ടേഷൻ ഒന്നും ഇല്ലാതെ പോയി കല്ല് മേടിച്ചിടരുത്. എനിക്ക് ശനിദശ തുടങ്ങിയെന്ന് ആരോ പറഞ്ഞത് ഇന്ദ്രനിലം മേടിച്ചിടാം എന്ന് കരുതരുത്. ശനി നല്ല പൊസിഷനിൽ നിൽക്കുന്ന ശനിദശക്കാരൻ ഓട്ടോമാറ്റിക്കലി ഇത് വരും, നമ്മളായിട്ട് പോയി തേടി എടുക്കേണ്ട ആവശ്യമില്ല. അതെ. 2 കാര്യങ്ങൾ, ഒന്ന് വന്നുകൂടുന്നതും വരുത്തിക്കൂട്ടെന്ന് പറയും. എൻ്റെ ഫാദർ എപ്പോഴും പറയും, അല്ല വന്നുകൂടുന്നതും വരുത്തിക്കൂട്ടുന്നുണ്ട്, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ നമ്മൾ വെർത്ത് ചാർട്ടുകൾ സ്റ്റോൺസ് കൊടുക്കുമ്പോൾ നമ്മൾ കാരണം സ്റ്റോൺസിൻ്റെ പ്യൂരിഫിക്കേഷൻ ആൻഡ് ഇത് സ്റ്റോൺസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡീടോക്സിഫിക്കേഷനാണ് നടത്തുന്നത് രത്നങ്ങൾക്ക്, അതാണ് അതിൻ്റെ. അപ്പോൾ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുമ്പം എല്ലാ രത്നങ്ങളിനകത്തും ഒരു ചെറിയ പോയ്സണും ഉണ്ട്. അതായത് രത്നങ്ങൾ സ്ഫുടം ചെയ്ത് മെഡിസിൻ ആക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിൽ അത് പോയ്സണായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയ്സണെ ഇപ്പോൾ നവപാഷാണം ശില പഴനിയിൽ നവപാഷാണത്തിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഹോഗർ. അപ്പോൾ അത് ആ പോയ്സൺ തന്നെ മെഡിസിനായിട്ട് മാറി. അവിടുത്തെ പഞ്ചാമൃതമാണല്ലോ ഏറ്റവും ഔഷധ ഗുണമുള്ളത്.
എന്നെനിക്ക് തോന്നുന്ന ആ പാഷാണ ശില ഭഗവാൻ മുരുകൻ്റെ ആ ശിലയൊക്കെ മുഴുവനായിട്ടുണ്ടോയെന്ന് സംശയമുണ്ട്. ഇതൊക്കെ ആൾക്കാർ ചിരണ്ടിക്കൊണ്ട് പോലും പോയിട്ടുണ്ടോ സംശയം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. ഞാനവിടെ എപ്പോഴും ഭഗവാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്ത് ചിരണ്ടിക്കൊണ്ട് പോയാലും ആ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ഇതാണ് പലതിപ്പം നമ്മൾ ചില ആൻറ്റിവെനം എന്താണ് പോയിസൺ കൊടുത്താൽ അതിന് പകരം പോയിസൺ ഇട്ടല്ലേ പോകുന്നത് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാ പ്രോപ്പർട്ടീസും ഈ കല്ലുകൾക്കുണ്ട്. നല്ല കല്ലുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ടാണ് നമുക്ക് മനുഷ്യന് ശാരീരികമായിട്ടും മാനസികമായിട്ടും വിശ്വാസപരമായിട്ടും ഒക്കെ ആൾക്കാർ വിശ്വാസപരമായിട്ട് വിശ്വാസമൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. കല്ലുകൾക്ക് മെഡിസിനൽ വാല്യൂ ഉണ്ട്. കല്ലുകൾ മനുഷ്യന് വേണ്ടി പ്രകൃതി തന്നിരിക്കുന്നതാണ്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനും ശാസ്ത്രം തന്നിട്ടുണ്ട്. അസ്ട്രോളജി പോലുള്ള ശാസ്ത്രം തന്നെ തന്നിരിക്കുന്നത്. നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ മുന്നിൽ കണ്ട് നീ വേണ്ട പ്രിക്കോഷൻ എടുത്തോ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഇത്. അതിനെ കൃത്യമായിട്ട് നമ്മൾ ഉപകാരപ്പെടുത്തുക അല്ലെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും നിങ്ങൾ കല്ല് വാങ്ങി ധരിച്ചാൽ ഐദർ യു വിൽ ഗെറ്റ് എ നെഗറ്റീവ് ഓർ എ പോസിറ്റീവ് റിസൾട്ട്. ദാറ്റ് ഈസ് 100%. രത്നങ്ങൾക്കുള്ള ആ ഒരു ശക്തി എന്തായാലും അത് പ്രാവർത്തികമാവും. പിന്നെ ശക്തി ഉണ്ടെന്നുള്ളതാണല്ലോ ഇതിൻ്റെ മെഡിസിൻ ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എനിക്കൊന്ന് ധാരാളം വിവരങ്ങളുണ്ടായിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ചാർട്ട്, പലവരുടെയും സംശയങ്ങൾക്കുള്ളൊരു മറുപടിയും അതിനുള്ള ഒരു റീസൺ എന്താണെന്നുള്ള കാര്യം നമ്മുടെ ഈ ചാർട്ടിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത്. എനിക്ക് തോന്നുന്നു കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനിയുള്ള എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.